ഹോർമോസ് കടലിടുക്കിൽ വീണ്ടും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്ന വാർത്ത മേഖലയിലെ സംഘർഷങ്ങൾ വീണ്ടും ശക്തമാകുന്നു എന്ന സൂചനകളാണ് നൽകുന്നത്. ഹോർമസ് കടലിടുക്കിലേക്ക് കടക്കാൻ ശ്രമിച്ച US യുദ്ധക്കപ്പലിനു നേരെ 2 മിസൈലുകൾ പ്രയോഗിച്ചതായി ഇറാൻ വ്യക്തമാക്കിയതോടെയാണ് രംഗം വീണ്ടും വഷളാകുന്ന സൂചനകൾ വരുന്നത്. ഇതിനിടെ ഫുജൈറയിലെ എണ്ണശാലയ്ക്ക് നേരെയും കഴിഞ്ഞ ദിവസം ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയുണ്ടായി. ഇതോടെ മേഖല വീണ്ടും യുദ്ധക്കളമാവുകയാണ് എന്ന സൂചനകളും വരികയാണ്. എന്നാൽ യുദ്ധക്കപ്പലിൽ മിസൈലേറ്റുന്ന വാർത്ത അമേരിക്ക നിഷേധിച്ചിട്ടുണ്ട്. US കടലിടുക്കിന്റെ തെക്കൻ പ്രവേശന കവാടത്തിൽ US യുദ്ധക്കപ്പലിനെ താക്കീത് നൽകി മടക്കി അയച്ചു എന്നാണ് ഇറാൻ നാവികസേന പറയുന്നത്. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് കപ്പലുകളെ ഹോർമസ് കടത്തിവിടുവാനുള്ള US നാവികസേനയുടെ ദൗത്യം തിങ്കളാഴ്ച രാവിലെ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. 100 കണക്കിന് കപ്പലുകളും 20,000-ഓളം ജീവനക്കാരുമാണ് നടുക്കടലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ സുരക്ഷിതമായി കടൽ കടക്കാൻ അനുവദിക്കുക എന്നതാണ് ദൗത്യത്തിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും മേഖലയെ ഇറാന്റെ കൈകളിലായതിനാൽ ഒന്നുകിൽ നയതന്ത്ര അന്താരാഷ്ട്ര പരിഹാരമോ അല്ലെങ്കിൽ യുദ്ധം എന്നിവയോ ഒക്കെയാണ് നിലവിലുള്ള വഴി. ഇവ രണ്ടും നിലവിൽ ഒരു പുരോഗതിയിലും എത്തിയിട്ടില്ല എന്നതും നമ്മൾ കാണുകയാണ്. അനുമതിയില്ലാതെ കപ്പലുകൾ ഹോർമസ് കടക്കാൻ ശ്രമിക്കരുത് എന്ന മുന്നറിയിപ്പ് ഇറാൻ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര ദൗത്യം എന്ന പേരിൽ പ്രത്യേക പദ്ധതിയും ട്രംപ് തയ്യാറാക്കിയിരുന്നു. എന്നാൽ സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ എന്താണ് എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുമില്ല. യുദ്ധക്കപ്പലുകൾക്കും 100ഓളം യുദ്ധവിമാനങ്ങൾക്കും പുറമെ 15,000 സൈനികരും ദൗത്യത്തിന്റെ ഭാഗമാകുമെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. ഫെബ്രുവരി 28-ന് US ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ ഹോർമസ് അടയ്ക്കുന്നത്. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളിൽ ഇന്ത്യക്കാരടക്കം 20,000-ഓളം ജീവനക്കാരുമുണ്ട്. പല കപ്പലുകളിലും കുടിവെള്ളവും ഭക്ഷ്യവസ്തുക്കളും കുറവാണ് എന്നും എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുകളും വരികയാണ്. എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കുക, പശ്ചിമേഷ്യയിൽ നിന്ന് US സേനയെ പിൻവലിക്കുക, ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുക എന്നിവയടക്കം യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുവാനുള്ള 14 നിർദ്ദേശങ്ങൾ ഇറാൻ കഴിഞ്ഞ ദിവസം അമേരിക്കക്ക് കൈമാറിയിരുന്നു. എന്നാൽ ഇതിനോട് അമേരിക്ക അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. അതിനിടെ കഴിഞ്ഞ മാസം അമേരിക്ക പിടിച്ചെടുത്ത ഇറാന്റെ ചരക്ക് കപ്പലുകളിൽ ഉണ്ടായിരുന്ന 22 ജീവനക്കാരെയും പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട്. പാക് അധികൃതർ അവരെ ഇറാനിലേക്ക് അയക്കും. Waytonikah.com, the exclusive Muslim matrimonial site.